ശ്രീനന്ദ കാല് തെറ്റി വീണതല്ല, മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. വിനോദസഞ്ചാരത്തിനിടെ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കാണാതായ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. കുട്ടിയുടെ മരണം അപകടമല്ല, പ്രദേശത്തെ കടക്കാരനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും അന്വേഷണ സംഘം അത് ചെയ്തില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, അതിനാൽ ഫോട്ടോ എടുക്കാനായിരുന്നില്ല അവിടേക്ക് പോയതെന്ന കാര്യം വ്യക്തമാണ്. കഷ്ടിച്ച് 5 മിനിറ്റിലാണ് കുട്ടിയെ കാണാതായതെന്നും അവർ പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയാണ് ശ്രീനന്ദയെ കാണാതായത്. പിന്നീട് പ്രദേശത്ത് മൂടൽമഞ്ഞും ഇരുട്ടും നിറഞ്ഞതിനാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. കാണാതായ സ്ഥലത്തു നിന്നും 10 കിലോമീറ്റർ അകലെ മാത്രമാണ് CCTV ഉള്ളത്. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നായ സമീപത്തുള്ള കടയുടെ പരിസരത്തേക്ക് എത്തിയിരുന്നു. ആ കടക്കാരനെ സംശയമുണ്ട്. എന്നിട്ടും പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കാണാതായ ദിവസം തന്നെ കൃത്യമായി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പാലക്കാട് കടമ്പഴിപ്പുറത്ത് രമേശിൻ്റെയും രോഹിണിയുടെയും മകളാണ് ശ്രീനന്ദ. ചിക്കമംഗളൂരുവിലെ ബാബ ബുഡാൻ ഗിരിക്കുന്നിലെ മാണിക്യധാര വെള്ളച്ചാട്ടം കാണാനാണ് ഈ മാസം 4-ന് പെൺകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ 40 പേർ അടങ്ങിയ സംഘം യാത്ര ആരംഭിച്ചത്. ഇന്ന് ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പുറത്തുനിന്നും കാണാൻ കഴിയാത്ത ഒരു മലയിടുക്കിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്.